ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അനുവിന് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്നാൽ പൊളിക്ക്. ആദ്യമായിട്ട് അപ്പോൾ ഒരു ഉടുപ്പ് ഞങ്ങൾക്ക് അതൊരു അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ, സൂപ്പർ. അടുത്തത് അമ്മായി തന്ന ഗിഫ്റ്റ്. അപ്പോൾ ഈ ഒരു ഉടുപ്പ് അമ്മായി തന്നതാണ്. രണ്ട് അമ്മായിമാർ കേട്ടോ, ഒന്ന് ബേബിയമ്മായും ഒന്ന് ഷമ്മായും. പിന്നെ എന്തായാലും ഇത് ചേച്ചി ചെന്നാലോ ഞാൻ ഹാൻഡും ഇല്ലേ, സൂപ്പർ, അടിപൊളി അല്ലേ. ബെൽറ്റും ഉണ്ട് ഇതിൻ്റെ കൂടെ അല്ലേ. എന്നാ കൊടുക്കും. ഇനി ഇത് അപ്പമാവൻ തന്നു അല്ലേ, രണ്ട് മനിയൻ. ഈ ഒരു ഉടുപ്പ് അമ്മ ചെന്നു അല്ലേ. എന്നാ അല്ല അമ്മ ചെന്ന് തക്കുടിൻ്റെ അമ്മ ആണ്, എന്താണ് തന്നത്, അതാണ്. ഇനി നമ്മളെ ബർത്ത്ഡേ ഉടുപ്പ് അല്ലേ, അച്ഛൻ മതി. ഈ ഒരു ഉടുപ്പാണ് ഞങ്ങൾ ബർത്ത്ഡേ ഉടുപ്പ്. ഇനി നമുക്ക് ഗിഫ്റ്റ് കാണാം അല്ലേ. ഗിഫ്റ്റ് നമ്മൾ ഓരോന്നും പൊട്ടിച്ചു ഗിഫ്റ്റ് പൊട്ടിക്കുക. ആദ്യം ഡയറി മിൽക്ക്, ഇത് ചേച്ചി തന്നില്ല ഞാൻ ഡയറി മിൽക്ക്. ഇപ്പോൾ പല തേച്ചത് കൊണ്ട് നമ്മളിത് കഴിക്കുന്നില്ല. രാവിലെ ആയിട്ടില്ലേ. ഓക്കെ, എന്തായാലും എന്നതാ അല്ലു തന്നു അല്ലേ. അല്ലു ഒന്നെന്താ പൊട്ടിച്ചു നോക്കാം, പൊളിച്ചു നോക്കാം. കളറല്ലേ, കളറല്ല അടിപൊളി. എടാ നോട്ടെ, വാ കണ്ണാടി നോക്കല്ലേ, സൂപ്പർ. കുട്ടിയൊക്കെ ഒന്ന് നന്നാക്കാം നോക്കിയിട്ട്. ഇത് നമ്മൾ അല്ലുവിൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ ഇത് കൊടുക്കട്ടെ. അത് നമ്മൾ പിന്നെ ലാസ്റ്റ് എടുക്കണ്ട. പിന്നെ ഇതാരും എന്നതാ പേരില്ല, ആര് തന്നാന്നുള്ള അറിയില്ല. ഓർമ്മ തന്നാരാണ്? ഭാഗ്യരാജ് മോഹൻ. ഭാഗ്യരാജിന്റെ ഗിഫ്റ്റ് എൻ്റെ കമ്പനിക്കാരനാണ്. അപ്പോൾ ഭാഗ്യരാജിന്റെ ഗിഫ്റ്റ് ഉണ്ടാകും. ആണോ ഞാൻ ഭാഗ്യരാജാവുന്നത്? ഒപ്പിച്ചല്ലോ അല്ലേ. തുറന്നു നോക്കിയിട്ടുണ്ടാണ് കാണുന്നില്ല. ഇതെന്താണ്? ബാഗ്. നല്ല ഏട്ടെങ്കിലൊക്കെ പോകാനോ പൈസ ഒക്കെ ഇട്ട് വെക്കാനുള്ള ബാഗ് അല്ലേ. അടിപൊളി ഗിഫ്റ്റ് അല്ലേ. ഇതിനുള്ളിൽ വേറെ ഒന്നുകൂടെ ഉണ്ടല്ലോ. കാണിച്ചു എടുത്തിട്ട് ഒരു പെന്നും പിന്നെന്താണ് രണ്ട് പെന്ന്. യെസ്, 3 പെന്ന്. അടിപൊളി. അപ്പം അത് പൊളിച്ചല്ലേ. നമ്മൾ ഇത് 3 മാറ്റിയില്ല. ഭാഗ്യരാജ് മാമൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ.
അതിൽ കാണിക്കും, വീഡിയോയിൽ കാണിക്കും. മൂന്ന് പേല മഞ്ഞ്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഏതാ ഇത്? ലാസ്റ്റ് വിളിച്ചത് ഇത് അമ്മൻ്റെ ഇതാര് തന്നതാ? ആര്? ആത്മിക. ആമി തന്ന ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. എല്ലാവരുടെ കയ്യിലും ആ പേപ്പറൊക്കെ ഇല്ല. ഇങ്ങനെ വിളിച്ചാൽ തീരൂല. ഹായ്, ആമി വാങ്ങിയ ഗിഫ്റ്റ് കാണിച്ചോട്. കുടിക്ക് ഒരു ഹെയർ ബാൻഡ്. അതും അടിപൊളി അല്ലേ? സൂപ്പർ. ഇനിയെന്താ? നല്ല പേപ്പറാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് കുടിക്കരുത്. ഇങ്ങനെ കിട്ടുന്നു സാരല്ല. മിൽക്കി ബാർ അതായത് അമ്മ ചേച്ചി എന്നതാ? ഏത്? ഇതോ? ഇത് മിൽക്കി ബാർ. ഇനി നമുക്ക് നമ്മൾ അമ്മൂൻ്റെ ഗിഫ്റ്റ് ഉണ്ടാവും നോക്കാം. വാവ്, സൂപ്പർ. കണ്ടിട്ട് അടിപൊളി. അത് പൊളിച്ച് തനുവിൻ്റെ ഫോട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റൂമിൽ ഇവിടെ എവിടെയെങ്കിലും ആണി അടിച്ചിട്ട് അവിടെ കൊളുത്തി വെക്കാം അല്ലേ? വാവ്, സൂപ്പർ. ഇതിലെന്താണ് ഈ ഗസ്? പിന്നെ എന്താണ് അത് തുറന്നു? നേരത്തെ പറഞ്ഞത് തനുവിൻ്റെ ഫ്രണ്ട്സ് എന്നാണ്. അതായത് വാവ്, എന്തൊരു കട്ടിയത്. ഇങ്ങനെ വെച്ചോ. തന്നെ ഇട്ടു ഒരു ബാർബി കുട്ടിയും അതിൽ രണ്ട് മഞ്ജു. സൂപ്പർ. ഇനി അടുത്തത് ലച്ചു അനൈ തന്ന ഗിഫ്റ്റ് അല്ലേ? അതെടുത്ത് നല്ലോണം മതി. നമുക്ക് ഒട്ടി ചേർക്കാം അല്ലേ? ഇതെന്താ? ഞാൻ ഓർമ്മ നോക്കാല്ലേ? പെൻസില്, കുറെ ബുക്ക്, ഡയറി, ചെറിയ ഡയറി അല്ലേ? പിന്നെ രണ്ട് സ്റ്റിക്കർ. രണ്ടാളും കൂടി സൂപ്പർ.
ഇനി ലാസ്റ്റ് അമ്മന്റെ ഗിഫ്റ്റാണ്. അമ്മന്റെ ഗിഫ്റ്റ് എന്താണ്? നീന്റെ ഉള്ളിൽ എന്താണെന്ന് പറയും. എനിക്കറിയില്ല. വലിച്ചു നോക്കണം. ഒന്ന് പറയും. ഗസ്. എനിക്കറിയില്ല. അതിലൊക്കെ എന്താണെന്നുള്ളത് അച്ഛനും കണ്ടില്ല. എന്താണെന്നുള്ള അതിൻ്റെ ഉള്ളിൽ നോക്കാൻ പോകല്ലേ? എനിക്ക് മാത്രം അറിയത്തില്ല. അച്ഛൻ്റെ ഗിഫ്റ്റ് എനിക്ക് ഉടുപ്പ്. ഇത് അമ്മൻ്റെ ഗിഫ്റ്റ്. 699 റുപ്യ. നിങ്ങൾ പൈസ കാണുന്നുണ്ട്. 699 റുപ്യ. ചെരുപ്പായില്ലേ? അങ്ങനെ പോയിട്ട് സാർ കണ്ണു പൂട്ട് കണ്ണു പൂട്ട് കണ്ണ് പൂട്ടി തുറന്നു. കണ്ണു പൂട്ട് കണ്ണു പൂട്ട് അച്ഛൻ എടുത്തരാം. ആ കണ്ണു പൂട്ട് കണ്ണു പൂട്ട് തുറക്കരുത് നോക്കിയത് കണ്ണ് നോക്കിയത് തുറക്കരുത് തുറക്കരുത് നോക്കിയത് നോക്കിയത് തുറന്നോക്ക് പാവക്കുട്ടി ഈ എന്നപ്പോ ഈ എത്രയോ പറഞ്ഞ പാവക്കുട്ടി അല്ലേ? കുറേ ഇത് സൗണ്ട് ഉണ്ടാക്കും. നോക്കും സൗണ്ട് ഉണ്ടാക്കും. നോക്കും ഇല്ലേ? സൗണ്ട് ഇല്ല. ആ സൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മളെ ഗിഫ്റ്റും കാര്യമൊക്കെ എത്രയും കിട്ടുള്ളൂ അല്ലേ? ഇനി നമുക്ക് ഇഷ്ടായോ ഇഷ്ടമായോ? സൂപ്പർ.